CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നാടിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചും പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഉറച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരും ജനപ്രതിനിധികളും കുന്നംകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സാരഥി സംഗമത്തിലാണ് പുതുതായി ചുമതലയേറ്റ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചത്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം റോഡരികിൽ പാർക്ക് ചെയ്ത ടോറസ് ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം. ശനിയാഴ്ച പുലർച്ചെ 2:30 സംഭവം. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ ഡ്രൈവർ പെരുമ്പിലാവ് ആനക്കല്ല് തേരിൽ 41 വയസ്സുള്ള രാജേഷിനെ പരിക്കുകളോടെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലെ ആളൊഴിഞ്ഞ പറമ്പിലെ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിയതോടെ പരിസരത്ത് കറുത്ത പുക വ്യാപിച്ചു. റെയിൽപാളത്തിലേക്കും സമീപത്തെ പാമ്പിൻകാവിലേക്കും പടരുന്നതിനു മുമ്പ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം വാഹനാപകടം. കാർ യാത്രികർക്ക് പരിക്കേറ്റു. സ്വകാര്യ ബസ് കാറിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ തെങ്ങിൽ ഇടിച്ചാണ് എറണാകുളം സ്വദേശികൾക്ക് പരിക്കേറ്റത്. ഇടിച്ച ബസ് നിർത്താതെ പോയി. കുന്നംകുളത്ത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പാഴാകുന്നത് ലിറ്റർ കണക്കിന് കുടിവെള്ളം. പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എടുത്ത കൊടിയിൽ നിന്നാണ് ദിവസങ്ങളായി വെള്ളം ഒഴുകിപ്പോകുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ചോർച്ച പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ നിർത്തിയിട്ട കാറിന്റെ വാതിലിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാവിട് മമ്പറമ്പത്ത് വീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 168ാമത് ചന്ദനക്കുടം നേർച്ചയുടെ കൊടിയേറ്റം നടന്നു. നേർച്ച ഞായറാഴ്ച പുലർച്ചെയോടെ സമാപിക്കും. കുന്നംകുളം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കൗൺസിലർമാർക്കും ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെയും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരിവിരുദ്ധ ക്യാമ്പയിനും നടത്തി. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന കായികാധ്യാപകനുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള യാത്രയയപ്പ് സമ്മേളനവും നടത്തി. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഡിവിഡന്റ് വിതരണവും സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനവും നടന്നു. തൊഴിയൂർ ചേറ്റട്ടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ജനുവരി 17 ശനിയാഴ്ച നിറമാല മഹോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.